ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തും ഇതാ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കള്ളത്തരത്തിന് ധാരാളം സാധ്യതയുള്ളതാ. അത് മാത്രവുമല്ല ഇത് നമ്മുടെ ഡിസൈൻസിന്റെ ഇതനുസരിച്ചും ക്യാരറ്റ് ചിലപ്പോൾ കുറവ് വരും. വലിയ മനോഹരമായ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ 22 ക്യാരറ്റിലും ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനേക്കാൾ താഴും ക്യാരറ്റ്. പിന്നെ നമ്മൾ വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ അതിനേക്കാളും താഴ്ത്തിയാണ് നമ്മളോട് പറയുക. നമുക്ക് അറിഞ്ഞുകൂടല്ലോ, പണിക്കൂലിയുടെ പേരിലും വലിയൊരു പണിക്കൂലിയുടെ പേരിലും എടുക്കും. അത് ഡിസൈൻസിന്റെ അനുസരിച്ച് ഒക്കെ പണിക്കൂലിയുടെ പേരിലും കൂടുതൽ പറ്റിക്കും. പണിക്കുറവിന്റെ പേരിൽ, അതായത് പണിയുമ്പോൾ സ്വർണം നഷ്ടപ്പെടും എന്നുള്ള മട്ടില് ആ പണിക്കുറവെന്നും പറഞ്ഞ് നടത്തും. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മിനിമം സ്വർണ്ണ ആഭരണങ്ങളെ പാടുള്ളൂ. ഈ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഞാൻ പറയാറുണ്ട്. അതാ കഴിഞ്ഞ ഒരു 2 മാസം 3 മാസം മുൻപ് ട്രെയിനിലൊക്കെ ഒരു ബോർഡ് വെച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിനകത്തും എന്തായിരുന്നു? സ്വർണ്ണ പാദസരമിട്ട് സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ട്രെയിനിൽ കയറരുത്. രാത്രിയിലെ സ്വർണ്ണ പാദസരം ഇട്ട് പോകുമ്പോൾ കാല് തന്നെ മുറിച്ചുകൊണ്ട് പോയെന്നിരിക്കും. സ്വർണ്ണം മുറിക്കാൻ വരുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ തന്നെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവസാനം ആരും കാണാത്തരത്തിൽ കൊണ്ടുവന്ന് സ്വർണ്ണം ഊരിയെടുത്തിട്ട് കുഞ്ഞുങ്ങളെ എറിഞ്ഞു കളയാമല്ലോ. അത് കാരണം അങ്ങനെയൊക്കെ അതൊക്കെ കേട്ടിട്ട് മലയാളികൾ പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്